ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ +1 പരീക്ഷകളിൽ നമുക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥിരമായി വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കൊരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ ചിലപ്പോൾ ഹൂവയായിരിക്കും, എന്നിട്ട് നമ്മൾ ഹീ ആക്കി മാറ്റി എഴുതണം എന്ന് പറയും. വെച്ചാൽ പുരുഷനെ കുറിച്ച് പറഞ്ഞ സെൻറ്റൻസ് ആവും സ്ത്രീനെ മോഡലിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഒരു ഫാത്തിമയെ കുറിച്ച് പറഞ്ഞ സെൻറ്റൻസ് ആയിരിക്കും, പാരഗ്രാഫ് ആയിരിക്കും നമ്മൾ പറയുന്നത് മുഹമ്മദ്. അപ്പോൾ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാനും പുരുഷനെ സ്ത്രീയാക്കി മാറ്റാനുള്ള ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വരും. അപ്പോൾ പലപ്പോഴും പല കുട്ടികളും ഇത് മനസ്സിലാവാതെ ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാനും പുരുഷനെ സ്ത്രീയാക്കി മാറ്റാനും നമുക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സ്ത്രീകൾക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക, അതേപോലെ തന്നെ പുരുഷൻക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു വളരെ പെട്ടെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടി വരില്ല, ഒഴിച്ചിടേണ്ടി വരില്ല. ഇതിനൊരു 5 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇനി സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നോക്കാം നമുക്ക്. അപ്പോൾ സ്ത്രീക്ക് അവൾ അല്ലെ, അവൾ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ, ഹിയ എന്നാണ് പറയാ. അവൻ എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയാ, ഹുവ. ഇതൊരു പ്രധാന മാറ്റമാണ്. ഈ പാരഗ്രാഫിൽ പറയുന്ന ആള് ആണാണെങ്കിൽ അവിടെ മിക്കവാറും ഹുവ എന്നാണ് അയാളെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ആ ഹുവ എന്നുള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ആണിനെ കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് ആണെങ്കിൽ, ഇപ്പൊ ഈ പാരഗ്രാഫ് ആണിനെ കുറിച്ചുണ്ടാവും, ഹുവ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാരഗ്രാഫാണ്. അപ്പൊ ആണിനെ കുറിച്ച് പറഞ്ഞ ഹുവ എന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹിയ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി സ്ത്രീനെ കുറിച്ച് പറഞ്ഞ ഇതാണെങ്കിലോ ഈ ഹിയക്ക് വരെ നമ്മൾ ഹുവ ആക്കി കൊടുക്കണം. അപ്പൊ ഈ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ശ്രമിച്ചാൽ മതി. രണ്ടാമത്തെ ഇതേപോലെ തന്നെ അവൻ്റെ എന്ന് പറയാൻ വേണ്ടി പല വാക്ക് ഹൂ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബൈത്ത് ഹു അവൻ്റെ വീട്, ഇസ്മുഹു അവൻ്റെ പേര്, വാലിദ് ഹു അവൻ്റെ ഒപ്പ, അങ്ങനെ ഹു ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് എന്താക്കണം, അവളുടെ എന്നാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, ഹാ എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പൊ ഹൂ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം, ഹാ എന്നാക്കി മാറ്റി ഉപയോഗിക്കണം, അവളുടെ എന്നാക്കണം. ഇനി ഇത് സ്ത്രീനെ കുറിച്ച് പാരഗ്രാഫിൽ ഹാ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അത് അവൻ്റെ എന്നാക്കാൻ വേണ്ടി ഹൂ ഉപയോഗിക്കണം. ഓക്കെ, ഇനിയോ സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അധിക സ്ഥലത്ത് നിന്നുണ്ടാവും ഈ താ ഉണ്ടാവും അല്ലേ. എക്സാമ്പിള് ഫാത്തിമത്തുൻ ത്വാലിബത്തുൻ, ഫാത്തിമ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ ആ പാരഗ്രാഫിൽ പറയുന്ന ആളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത, അല്ലാതെ അതിൽ മദ്രസത്തിന് തീണ്ടാവും, കറിയത്തിന് തീണ്ടാവും, അങ്ങനെ എല്ലാ താവും മാറ്റേണ്ട ആവശ്യമില്ല. ആ ആളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ആ ഫസ്റ്റ് തുടക്കത്തിൽ ഈ എന്ത് ചെയ്താൽ മതി, ഈ താ ഉണ്ടോ നോക്കിയാൽ. അപ്പൊ ഈ താ എവിടെ ഉണ്ടാവും, സ്ത്രീകളിൽ ഉണ്ടാവും. അത് എവിടെ ഉണ്ടാവില്ല, ഈ താ പുരുഷന്മാരിൽ എന്തുണ്ടാവില്ല, ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ്, അടുത്തത് സ്ത്രീകളിൽ എപ്പോഴും പിന്നെ വെർബുകൾ വരില്ല. വെർബുകൾ വരുമ്പോൾ പുരുഷന്മാരിൽ ഇപ്പം എങ്ങനെയാണ് മോഡൽ വരിക, ഫഅല എന്നുള്ള മോഡലാണ്. ഫഅല, കതബ, ദഹബ, ഓക്കെ ഇങ്ങനെ വരിക. ഇതേ വാക്ക് തന്നെ സ്ത്രീനെ കുറിച്ച് പറഞ്ഞെടുത്ത് എങ്ങനെ വരിക എന്നറിയാം. സ്ത്രീനെ കുറിച്ച് പറഞ്ഞെടുത്ത് വരല് ഫഅലത്ത് എന്നാണ് അല്ലേ. ഫഅലത്ത്. ഇവിടെ കത്തബ അവൻ എഴുതി എന്ന് വരുമ്പോൾ അത് സ്ത്രീയാക്കി മാറ്റണം, എന്ത് ചെയ്യണം, കത്തബത്ത്. ഇപ്പോൾ ഫഅല എന്ന് വരുന്ന 3 അക്ഷരങ്ങൾ വരുന്ന മാലി ആയിട്ടുള്ള ഫേലുകൾ വെർബുകൾക്ക് എന്ത് ചെയ്യണം, അതിനെ സ്ത്രീയാക്കി മാറ്റും, അതിനൊരു ത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ത് എന്നുള്ള വാക്കുകളാണെങ്കിൽ അതിനെ പുരുഷനാക്കി മാറ്റുമ്പോൾ ഈ ത് ഒഴിവാക്കി ഇങ്ങോട്ട് എഴുതണം. ദഹബ, ദഹബ, ദഹബത്ത് അല്ലെ. കത്തബത്ത് ഇവിടെ, കത്തബ ഇവിടെ. ഇതന്നെ 4 അക്ഷരം വരുന്ന മുളാരി ആയിട്ടുള്ള വാക്കാണെങ്കിലോ യഫ്അലു എന്നുള്ള മോഡലിലെ യാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഇങ്ങനെ അവൻ ചെയ്യുന്നു, യക്തുബു, യദ്ഹബു എന്നുള്ള മോഡലാണെങ്കിലോ നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിനെ സ്ത്രീയാക്കി മാറ്റുമ്പോൾ ഈ യാക്ക് പകരം ഇവിടെ താ ആക്കണം, തഫ്അലു എന്നുള്ള മോഡലാക്കണം, താ ആക്കണം, തഫ്അലു. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ്. ഈ ചേഞ്ചസ് നമുക്ക് ഉറപ്പുവരുത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ പാരഗ്രാഫിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. നിങ്ങൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരാം, നിങ്ങൾക്ക് പറ്റണ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ നേരെ പാരഗ്രാഫ് എടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ ചിലപ്പോൾ 1-2 മാറ്റങ്ങൾ വരുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അറിയണ മാറ്റങ്ങളൊക്കെ മാറ്റം വരുത്തുന്നത് ആ പാരഗ്രാഫ് നേരെ എടുത്ത് എഴുതുന്നുള്ള ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഹുവ ദാരിസുൻ, അപ്പോൾ എന്ത് ചെയ്യണം, സ്ത്രീയാക്കി മാറ്റുമ്പോൾ ഹിയ ദാരിസു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഹുവ ദാരിസുൻ, താ ഇല്ലാതെ പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദാരിസത്തുൻ ആഡ് ചെയ്യണം. അത് വിദ്യാർത്ഥി എന്നാണ് അർത്ഥം, വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞ താ വേണം. എന്നത് എല്ലായിടത്തും മാറ്റണം, അത് വേണ്ട. ആ ആരെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ മാത്രം മാറ്റിയാൽ മതി. ഇനി ഇവിടെ ഹുവ യദുറുസു, അപ്പൊ നമ്മൾ എന്താക്കും, ഹുവക്ക് പകരം ഹിയാക്കും. യദുറുസു ഞാൻ പറഞ്ഞില്ലേ 4 അക്ഷരം വരുന്ന യഫ്അലു മോഡലാണ്. അതിനെന്ത് ചെയ്യണം, സ്ത്രീയാക്കി മാറുമ്പോൾ തഫ്അലു, തദ്റുസു എന്നാവണം അല്ലെ. യസ്കുനു, യദ്അഫ്അലു മോഡലാണ്. അപ്പൊ യസ്കുനു, തസ്കുനു ആവണം. ഈ തുടക്കത്തിലെ യാ താക്കണം. മഅ ഉസ്റതിഹി എന്നാണ് അല്ലെ. ഈ ഹൂ ആണ് അവിടെ, ഈ ഇതാണ് അവിടെ വന്നിട്ടുള്ളത്. ഇതിന് പകരം എന്ത് ചെയ്യണം, ഈ ഹാ ആക്കണം അവിടെ അല്ലേ.
ഇനിയോ ബാക്കി അതേപോലെ എഴുതട്ടോ. ബാക്കി യുക്രിമു അല്ലെ, എഫ് അലു നമ്മൾ 4 അക്ഷരമുള്ള യാ കൊണ്ട് തുടങ്ങുന്ന വാക്കാണ് യുക്രിമു. അതിനെന്ത് ചെയ്യണം, പെണ്ണാകുമ്പോൾ തുക്കിരിമു. ഇവിടെ യു ആണെങ്കിൽ ഇവിടെ തു ആക്കി മാറ്റും, തുക്കിരിമു. വാലിദഹു അപ്പൊ എന്ത് ചെയ്യണം, വാലിദഹ എന്നാക്കണം. വ ഉമ്മഹു ഉമ്മഹ എന്നാക്കണം അല്ലെ. വ അസാതിദ അസാദിത്തുഹു, ഇവിടെ ഇതാണ് ഒരു കൂട്ടിമുട്ടിയതാണ്. അസാദിത്തുഹു തുഹ ദായിമ എന്നാണ് കേട്ടോ. ഓക്കെ, ആ വാക്ക് വെച്ചാൽ അസാതി തുഹു എന്നാണ് അല്ല, അസാദിത്തഹു എന്നാണ് അതുള്ളത്. അത് 2 വാക്ക് കൂടി മുട്ടിയതാണ്. അപ്പം എന്ത് ചെയ്യണം, അവിടെ അസാദിത്തഹ എന്നാക്കണം. ഇനിയോ വഹുവ വഹിയ എന്നാക്കണം. യുഹിബു അത് ഈ ടൈപ്പ് വാക്കാണ്. യുഹിബു എഫ് മോഡലാണ്, യാ കൊണ്ട് തുടങ്ങുന്ന വാക്കാണ്. അപ്പോൾ തുഹിബു എന്നാക്കണം. വതനഹു എന്നാണ്, വതനഹു ഹു ആണ്. അപ്പം എന്ത് ചെയ്യണം, വതനഹ എന്നാക്കണം. ഇങ്ങനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് അതേപോലെ എടുത്തിട്ട് ആ സെന്റൻസ് ആ പാരാഗ്രാഫ് അതേപോലെ എടുത്ത് എഴുതുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും. മനസ്സിലാവാത്തവർ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കണ്ട് മനസ്സിലാക്കി 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഈ ഒരു 5 മാർക്ക് നമ്മൾ 4 മാർക്ക് 5 മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.